ബിഗ് ബോസ് മലയാളം സീസൺ 6 ടൈറ്റിൽ നേടണമെന്ന അതിയായ ആഗ്രഹത്തോടെ ഹൗസിലേക്ക് വന്ന് 90 ദിവസത്തോളം ഹൗസിൽ പൂർത്തിയാക്കിയ ശേഷമാണ് ഫിനാലെ വീക്ക് കാണാതെ നോറ മുസ്കാൻ എന്ന മത്സരാർത്ഥി പുറത്തായത്. ഒട്ടുമിക്ക ബിഗ് ബോസ് പ്രേക്ഷകരുടെ ഫൈനൽ 5-ൽ ഒരാൾ നോറയായിരുന്നു. സേഫ് ഗെയിം കളിക്കുന്ന ശ്രീധുവിനെ പോലെയുള്ളവർ ഹൗസിൽ തുടരുമ്പോൾ നോറ എവിക്റ്റായത് പ്രേക്ഷകരിലും നിരാശയുണ്ടാക്കി. അർജുനുമായുള്ള കോംബോയാണ് ശ്രീധുവിനെ ഹൗസിൽ തുടരാൻ സഹായിക്കുന്നത്. സീസൺ 6 ഹൗസിൽ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചവർ കുറവാണ്. അതിലൊരാളാണ് നോറ. ഈ സീസണിൽ സ്പെഷ്യൽ റൂം എന്ന ഭാഗ്യം ലഭിച്ച ഒരേയൊരു മത്സരാർത്ഥിയും നോറ മാത്രമാണ്. ഹൗസിൽ ഏറ്റവും സൗഹൃദങ്ങൾ കുറഞ്ഞ മത്സരാർത്ഥിയായിരുന്നു നോറ. പുറത്തിറങ്ങിയപ്പോഴും കാര്യമായ യാത്ര പറച്ചിൽ ഒന്നുമില്ലാതെയാണ് നോറ യാത്രയായത്. ഇപ്പോഴിതാ എവിക്റ്റായ ശേഷം നൽകിയ അഭിമുഖത്തിൽ ബിഗ് ബോസ് ഹൗസിലെ അനുഭവങ്ങൾ നോറ വിശദീകരിച്ചു. കൂടാതെ ഇനിയുള്ള പ്ലാനുകളും താരം വെളിപ്പെടുത്തി. നോറയുടെ വാക്കുകൾ ഇങ്ങനെ: +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഇത്രയും ദിവസം ഹൗസിൽ നിൽക്കാൻ സാധിച്ചുവല്ലോ എന്ന് ഓർത്ത് അഭിമാനം തോന്നുന്നു. മുൻപൊക്കെ ഷോ കണ്ട് പല മത്സരാർത്ഥികളെയും ഞാൻ ജഡ്ജ് ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ വന്നു നിന്ന് തുടങ്ങിയപ്പോൾ എല്ലാം മാറി. ഞാൻ കരയുന്നത് മറ്റുള്ളവർ കാണാതിരിക്കാനാണ് ബാത്റൂമിന്റെ സൈഡിൽ പോയിരുന്ന് കരഞ്ഞത്. പിന്നെ പതിയെ ക്യാമറയോട് സംസാരിച്ച് തുടങ്ങുകയായിരുന്നു. ഞാൻ ഇൻട്രോവർട്ടല്ല, എല്ലാവരോടും ഇടപഴകുന്നയാളാണ്. ഞാൻ എല്ലാവരുമായും ഡിസ്റ്റൻസ് വെച്ചത് ഞാൻ അഭിപ്രായവും തീരുമാനവും പറയുമ്പോൾ ആർക്കും വേദനിക്കാതിരിക്കാനാണ്. അതുകൊണ്ടു തന്നെ ആർക്കും വേദനിച്ചിട്ടുണ്ടാവില്ല. അഭിപ്രായം തുറന്നു പറയാത്തതുകൊണ്ട് ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. മനസ്സിൽ തോന്നിയത് തുറന്നു പറയണമെന്ന് നേരത്തെ തന്നെ ചിന്തിച്ചിരുന്നു. ഹൗസിൽ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ ഞാൻ നിന്നിരുന്നില്ല. പക്ഷേ ഹൗസിൽ നിന്ന് ഇറങ്ങിയ ശേഷം നിന്നെ ഞാൻ സുഹൃത്താക്കുമെന്ന് റസ്മിനോട് പറഞ്ഞിരുന്നു. ലാലേട്ടൻ വരുന്ന വീക്കെൻഡ് എപ്പിസോഡുകൾ എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. കാരണം സംസാരിക്കാൻ അപ്പോഴൊക്കെ എനിക്ക് അവസരം കിട്ടുമായിരുന്നു. സുരേഷേട്ടനും റസ്മിനും പോയപ്പോൾ എനിക്ക് വളരെ വിഷമം തോന്നിയിരുന്നു. മറ്റുള്ളവർ ചോദിക്കുമ്പോൾ മാത്രമേ ഞാൻ മറുപടി പറഞ്ഞിരുന്നുള്ളൂ. ഹൗസിൽ ഇന്നസെന്റായി തോന്നിയ വ്യക്തി ഋഷിയാണ്. ബിഗ് ബോസിന്റെ സൗണ്ടും ലാലേട്ടന്റെ എപ്പിസോഡും ഹൗസും ഇനി ഒരുപാട് മിസ് ചെയ്യും. ഞാൻ സംസാരിക്കുമ്പോൾ പലപ്പോഴും ലാലേട്ടന് ചിരി വരുന്നതായും ശ്വേത ചേച്ചിയും അതുപോലെ ഞാൻ സംസാരിച്ചപ്പോൾ ചിരിച്ചു. ഞാൻ എല്ലാം ഒറ്റയ്ക്ക് ചെയ്തുവെന്ന് ഞാൻ പറയില്ല. എൻ്റെ തീരുമാനങ്ങൾ മാത്രമാണ് ഞാൻ ഒറ്റയ്ക്കെടുത്തത്. ഉപ്പയ്ക്ക് വേണ്ടി എക്സാം എഴുതും. ഉപ്പയ്ക്ക് കൊടുത്തൊരു വാക്കായിരുന്നു സിവിൽ സർവീസ് എഴുതുമെന്ന്. ചുമ്മാ ചെന്ന് എഴുതുകയല്ല, നന്നായി പരിശ്രമിച്ച് പരീക്ഷ എഴുതും. അതിനപ്പുറം ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് സെറ്റിൽഡ് ആകാനും താല്പര്യമുണ്ടെന്നുമാണ് നോറ പറഞ്ഞത്. ഹൗസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ കരയാതെ ഇറങ്ങണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. ഇപ്പോൾ പോലും സംസാരിക്കുമ്പോൾ എനിക്ക് കണ്ണു നിറയുന്നുണ്ട്. സന്തോഷത്തോടെ ആ വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് വലിയ യാത്ര പറച്ചിലുകൾ നടത്താതിരുന്നതെന്നാണ് സഹമത്സരാർത്ഥികളോട് എന്തുകൊണ്ടാണ് യാത്ര പറയാതിരുന്നതെന്ന് ചോദിച്ചപ്പോൾ നോറ മോഹൻലാലിന് നൽകിയ മറുപടി. കോഴിക്കോട് സ്വദേശിനിയാണ് നോറ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കേരളത്തിലെ പ്രമുഖ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സിൽ ഒരാളാണ് നോറ. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.